സോ നമുക്ക് സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ ഫൈനൈറ്റ് ഫീൽഡ്സ് ആണ്. സോ പേര് പറയുന്ന പോലെ ഫൈനൈറ്റ് ആയിട്ടുള്ള ഫീൽഡുകളാണ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഓട്ടോമാറ്റിക്കലി മനസ്സിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ആരൊക്കെയാണ് ഫൈനൈറ്റ് ഫീൽഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾ, എളുപ്പമുള്ള എക്സാമ്പിൾ ആരൊക്കെയാണ് ഫൈനൈറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ZP ഫൈനൈറ്റ് ഫീൽഡാണ് അല്ലേ. ZP വേർ P പ്രൈമായി വന്നു കഴിഞ്ഞാൽ എന്തായി മാറും? അത് ഫൈനൈറ്റ് ഫീൽഡായി മാറും. സോ എക്സാമ്പിൾ പറയാനാണെങ്കിൽ Z3, Z5, Z7 എക്സെട്ര അല്ലെ എക്സാമ്പിളുകളാണ്. സോ ചോദ്യം, 10 എലമെന്റ്സ് ഉള്ള ഒരു ഫീൽഡ് ഉണ്ടാവും. അത് does there exist a finite field of order 10? സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഇനി വരാൻ പോകുന്ന സെക്ഷനിൽ നമ്മൾ എക്സാക്ട്ലി പറയും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നോ ആണ്. ഓക്കെ, 10 ഓർഡറുള്ള ഒരു ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം 10 എന്ന് പറയുന്നത് cannot be written as a power of a prime number. ഓക്കെ, അതായത് ഇവിടെ പറയാൻ പോകുന്ന സെക്ഷൻ ഇതാണ്. ഒരു ഫൈനൈറ്റ് ഫീൽഡ് ഉണ്ടെങ്കിൽ, ഫൈനൈറ്റ് ഫീൽഡ് എഫ് ഉണ്ടെങ്കിൽ ഈ എഫിന്റെ ഓർഡർ എന്ന് പറയുന്നത് സം പ്രൈം പവർ n ആവാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 10 എലമെന്റ്സ് ഉള്ള ഒരു ഫീൽഡ്, ഫൈനൈറ്റ് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, പക്ഷെ 4 ഓർഡർ ഉള്ള ഒരു ഫീൽഡ് ഉറപ്പായിട്ടും എക്സിസ്റ്റ് ചെയ്യും. 4 ഓർഡർ ആയിട്ടുള്ള ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും. കാരണം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2² ആണ്. ഓക്കെ, 4 ഓർഡർ ഉള്ള ഫീൽഡ് ഉണ്ടാക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഐഡിയ ഒക്കെ. Z2 of X-നെ 2 ഡിഗ്രി ഉള്ള Z2 of X-നെ കോഷ്യന്റ് ഐഡിയൽ ജനറേറ്റഡ് ബൈ 2 ഡിഗ്രി ഉള്ള പോളിനോമിയൽ റെഡ്യൂസ്ഡ് പോളിനോമിയൽ ചെയ്താൽ മതി. ഓക്കെ, നമ്മളത് വരും വഴിക്ക് ബാക്കി അതിൻ്റെ ആദ്യം കഥ പറയാം. ഇനി നോക്കാം ഫസ്റ്റ് ഇയർ എന്താ പറയണതിൽ. Let E be a finite extension of degree n over a field F. If F has q elements, then E has q raised to n elements. എന്താ പറഞ്ഞിട്ടുള്ള E എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഡിഗ്രി n ആണ്, ഓവർ എ ഫീൽഡ് F ആണ്. അങ്ങനെയാണെങ്കിൽ F has q elements ഉണ്ടെങ്കിൽ E has എത്ര എലമെന്റ്സ് ഉണ്ടാവുന്ന പറയുന്നത്? q raised to n എലമെന്റ്സ് ഉണ്ടാവുന്ന പറയുന്നത്. എങ്ങനെയാ പ്രൂവ് ചെയ്യുക? അതായത് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുക. E എന്ന് പറയുന്നത് എന്താ തന്നിട്ടുണ്ട്? E എന്ന് പറയുന്നത് എഫിന്റെ എക്സ്റ്റൻഷൻ ആണ്. മാത്രമല്ല അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? E is an extension of F and degree of EF equal to n. എന്നുവെച്ചാൽ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ നമുക്കറിയാം എന്ത്, ഈ തന്നിരിക്കുന്ന ഇനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? E ഈക്വൽ ടു പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ E ക്യാൻ ബി റിട്ടൺ സം എഫ് ഓഫ് സം ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റും. ഒരു ആൽഫ n ഈസ് അൾജിബ്രൈക് ഓവർ എഫ് ആയിരിക്കും എന്നത് നമുക്കറിയാം. ദാറ്റ് മീൻസ് ഇങ്ങനെ ആയതുകൊണ്ട്, ഇതിന്റെ ഡിഗ്രി n ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആസ് എ വെക്ടർ സ്പേസ് എന്നുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെക്ടർ സ്പേസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഈയിലെ ഓരോ എലമെന്റിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൽഫ 1 ആൽഫ 2 എക്സ്ട്രാ ആൽഫ എന്നുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എനി ബീറ്റ എലമെന്റ് ഓഫ് E can be written as beta equal to some a1 alpha 1 plus a2 alpha 2 plus etc an alpha n ആയിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? A1 എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞത് എവിടെ നിന്ന് എടുക്കുന്നത്? AI എന്ന് പറയുന്നത് ഫീൽഡ് F എന്ന് എടുക്കുന്ന ആളാണ്. എഫിന്റെ ഓർഡർ എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഓർഡർ ഓഫ് F എന്ന് പറയുന്നത് Q ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് A1ന് എത്ര പോസിബിലിറ്റി ഉണ്ട്? ഈച്ച് AIക്കും എത്ര പോസിബിലിറ്റി ഉണ്ട്? Q പോസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. ദാറ്റ് മീൻസ് ഈ A1ന് Q പോസിബിലിറ്റി, A2ന് Q പോസിബിലിറ്റി എക്സെട്ര ANന് Q പോസിബിലിറ്റി. സോ ടോട്ടൽ നമ്പർ പോസിബിലിറ്റി എത്രയായിരിക്കും? Q എക്സെട്ര ഇൻറ്റു Qn ടൈംസ് ദാറ്റ് ഈസ് എന്തായിരിക്കും? Q റേസ് ടു n എലമെന്റ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, ഓർഡർ ഓഫ് ഇയിൽ ഉണ്ടാവുക. ഓക്കെ, അത് നമുക്കറിയാം എന്ത്,
E എന്ന് പറയുന്നത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഡിഗ്രി n ഓവർ എ ഫീൽഡ് എഫ് ആണ്. സോ ഈ ആൽഫ 1 ആൽഫ 2 n ബി ദ ബേസിസ് ഫോർ E. കാരണം വെക്ടർ സ്പേസ് ഓവർ എഫ് ആയി കാണുമ്പോൾ അതെന്തായി കാണാൻ പറ്റും, അതിന് തന്നിരിക്കുന്ന ആളിനെ അതിന്റെ ബേസിസ് എലമെന്റ്സ് ആയിട്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. That means any beta element of E can be written as നമുക്ക് എന്താ പറ്റും, uniquely written in the form beta equal to എങ്ങനെ എഴുതാൻ പറ്റും, some b1 alpha 1 b2 etc bn alpha n എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ തന്നിരിക്കുന്ന ആൾക്കാര് ഈച്ച് ബി ഐന്റെയും പോസിബിലിറ്റി ഈ കോയിഫിഷ്യന്റെയും പോസിബിലിറ്റി q ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര ഉണ്ടാവുക, q റേസ് ടു n എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇവിടെ തന്നെ പറയാൻ പറ്റിയത് എല്ലാ ഫൈനൈറ്റ് ഫീൽഡ് എങ്ങനെ ഉണ്ടാവുക, q റേസ് ടു n എലമെന്റ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ 10 എലമെന്റ്സ് ഫീൽഡ് ഉണ്ടാവും എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇഫ് E is a finite field of characteristic P, then E contains exactly p raised to n elements of sum for positive integer n. ഓക്കെ, അത് പറയാനുള്ള കാരണം എന്താ, നമുക്ക് അറിയാം എന്ത്, ഏത് ഫൈനൈറ്റ് ഫീൽഡ് എടുത്താലും ഓക്കെ ഈ ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ ഈയുടെ അകത്ത് പ്രൈം ഫീൽഡ് ആയിട്ട് ആരുണ്ടാവും, ZP ഉണ്ടാവും അല്ലെ. കാരണം ക്യാരക്ടറിസ്റ്റിക് പി ആയിട്ടുള്ള ആളാണ്, ക്യാരക്ടറിസ്റ്റിക് പി ആയിട്ടുള്ള ആളാണെന്ന് മാത്രമല്ല ഫൈനൈറ്റ് ഫീൽഡിനകത്ത് ഓട്ടോമാറ്റിക്കലി ആരുണ്ടാവും, ക്യാരക്ടറിസ്റ്റിക് പി ആയതുകൊണ്ട് അതിനകത്ത് ZP എന്തായിട്ടുണ്ടാവും, പ്രൈം ഫീൽഡ് ആയിട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ ഏത് ഇ എടുത്താലും, എക്സ്റ്റൻഷൻ ഇ എടുത്താലും, ഫീൽഡ് എടുത്താലും, ഫൈനൈറ്റ് ഫീൽഡ് എടുത്താലും ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ എക്സ്റ്റൻഷൻ ഓഫ് ആരായിരിക്കും, ZP ആയിരിക്കും അല്ലെ. അപ്പൊ തൊട്ടു മുമ്പത്തെ പ്രകാരം ഈ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് ഇ ഈക്വൽ ടു ഇയിലെ എലമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സം ആൽഫ 1 ആൽഫ 2 എക്സെട്രാ ആൽഫ എന്നുകളുടെ എന്തായിട്ട് എഴുതാൻ പറ്റും, സ്പാൻ ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ. നേരത്തെ പറഞ്ഞ സ്ഥലത്ത് ക്യൂവിന് പകരം പി റീപ്ലേസ് ചെയ്യുക, അത്രേ ചെയ്യുന്നുള്ളൂ നമ്മൾ. ദാറ്റ് ഈസ് എവരി ബീറ്റ എലമെന്റ് ഓഫ് ഇ എടുത്താലും ആ ബീറ്റ എലമെന്റ് ഓഫ് ഇനെ എനിക്ക് സം b1 ആൽഫ 1 പ്ലസ് എക്സെട്രാ bn ആൽഫ n എഴുതാൻ പറ്റും അല്ലെ. ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓരോ ബി ഐക്ക് എത്ര പോസിബിലിറ്റി ഉണ്ടാവും, p പോസിബിലിറ്റി ഉണ്ടാവും. ദാറ്റ് മീൻസ് ടോട്ടൽ പോസിബിലിറ്റി എത്രയായിരിക്കും, ഈയുടെ ടോട്ടൽ ഓർഡർ എന്ന് പറയുന്നത് p റേസ് ടു n ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് എല്ലാ ഫൈനൈറ്റ് ഫീൽഡും ഏത് ഫോർമാറ്റിലായിരിക്കുക, സം p പവർ n എന്നുള്ള ഫോർമാറ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് ഈയുടെ, അതുകൊണ്ട് ഈ ഓവർ എഫിന്റെ ഡയമെൻഷൻ സം n ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഇയാളെന്ന് പറയുന്നത് ആൽഫ 1 ആൽഫ 2 എന്നതിന്റെ ബേസിസ് ആയിരിക്കും. സോ ഇവിടെ പറഞ്ഞ കാര്യം എന്താ, ഒരു ഫൈനൈറ്റ് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ആ ഫൈനൈറ്റ് ഫീൽഡിന്റെ ഓർഡർ എന്ന് പറയുന്നത് സം p പവർ n ആയിരിക്കും. സോ ഒരിക്കലും എന്തുണ്ടാവില്ല, 10 എലമെന്റ്സ് ഉള്ള ഫീൽഡ് ഉണ്ടാവില്ല, 15 എലമെന്റ്സ് ഉള്ള ഫീൽഡ് ഉണ്ടാവില്ല. ഫീൽഡ് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുള്ളൂ, സം പ്രൈം പവർ ആയിട്ടേ ഫീൽഡിന്റെ ഓർഡർ ഉണ്ടാവുള്ളൂ. അടുത്തെന്താ പറയണേ, 33.3 തിയറത്തിൽ പറയുന്നത് ലെറ്റ് E be a field of p power n elements contained in an algebraic closure of ZP closure of ZP. The elements of E are precisely the zeros of ZP closure of the polynomial x power p power n minus x in ZP of x. Okay, ഇവിടെ എന്താ പറഞ്ഞിട്ടില്ല ശ്രദ്ധിക്കാം. അവിടെ പറയുന്നത് ഇതാണ് കാര്യം, അതായത് ഇ എന്ന് പറഞ്ഞൊരു ഫീൽഡ് തന്നിട്ടുണ്ട്, ഫൈനൈറ്റ് ഫീൽഡ്. മാത്രമല്ല ഇയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, p പവർ n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറയണത് എന്താ, ഈ ഇ എന്ന് പറയുന്നത്, ഈ ഫൈനൈറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ആരാന്നാ പറയണത്, എക്സ് പി പവർ n മൈനസ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയലിന്റെ സീറോസ് ആണ് എവിടെയുള്ളതെന്ന് പറയണത്, സീറോസ് ആണ്, എക്സാക്ട്ലി സീറോസ് ഓഫ് എക്സ് പി റേസ് ടു n മൈനസ് എക്സ് ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞത് ഇതിനകത്തുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ആരാന്നാ പറയണേ, ഓർഡർ ഓഫ് ഈ പി പവർ n ആയതെന്ന് പറയുന്നത് കൊണ്ട് ഇതിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് ഇ ആർ precisely the
zeros of x p power n minus x equal to 0 in set p closure. അങ്ങനെ എല്ലാ എലമെന്റ്സിന്റെയും സീറോസ് ഉള്ള സ്ഥലമാണ് ആര് സെറ്റ് പി ക്ലോഷർ എന്ന് പറയുന്നത്. സോ ഉറപ്പായിട്ടും എക്സ് പി പവർ എൻ മൈനസ് എക്സ് ഈക്വൾ ടു സീറോന്റെ എല്ലാ സീറോസും എവിടെ ഉണ്ടാവും? സെറ്റ് പി ക്ലോഷറിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയുന്നത് ആ സീറോസ് എക്സാക്ട്ലി എവിടെയുള്ള ആൾക്കാരാണ് പറയണേ? നമ്മുടെ ഇനകത്തുള്ള എലമെന്റ്സ് തന്നെയാണെന്നാണ് പറയുന്നത്. എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക? നമുക്ക് ആൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്? ഏത് ഇ എടുത്താലും ഓർഡർ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? ഓർഡർ ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി പവർ എൻ എലമെന്റ്സ് ആണ്. അപ്പൊ ഈ സ്റ്റാർ സീറോനെ ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാരിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? ഈ സ്റ്റാറിന്റെ ഓർഡർ എന്ന് പറയുന്നത് പി പവർ എൻ മൈനസ് 1 ആണ് അല്ലെ? നമുക്ക് ആൾറെഡി അറിയാം ഈ സ്റ്റാർ എന്ത് ഫോം ചെയ്യും? ഈ സ്റ്റാർ ഫോമേ സീറോനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഫീൽഡ് ആയതുകൊണ്ട് ഈ സ്റ്റാർ എന്താണ്? ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആണ് അല്ലെ? സോ ഈ സ്റ്റാർ ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എത്രയാ? പി പവർ എൻ മൈനസ് 1 ആണ് അല്ലെ? അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? ഏത് ആൽഫ എലമെന്റ് ഓഫ് ഈ സ്റ്റാർ എടുത്താലും അതിന്റെ ഓർഡർ എന്ത് ചെയ്യണം? ഓർഡർ ഓഫ് ആൽഫ എന്ന് പറയുന്നത് ആരെ ഡിവൈഡ് ചെയ്യണം? ഓർഡർ ഓഫ് ആൽഫ ഡിവൈഡ്സ് ഓർഡർ ഓഫ് ഇ സ്റ്റാർ, അതായത് ആരാ? പി പവർ എൻ മൈനസ് 1 ബൈ ലഗ്രാഞ്ചസ് തിയറം അല്ലെ? ദാറ്റ് മീൻസ് ഏത് ആൽഫ എടുത്താലും ഈ സ്റ്റാറിന് ഏത് ആൽഫ എടുത്താലും ആ ആൽഫയുടെ പി പവർ എൻ മൈനസ് 1 എടുത്താൽ എന്തായിരിക്കും വരിക? ഐഡന്റിറ്റി ആയിരിക്കും വരിക അല്ലെ? ദാറ്റ് ഈസ് 1 ആയിരിക്കും വരിക. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഈസ് ആൽഫ പവർ പി പവർ എൻ ഈക്വൽ ടു എന്തായി മാറി? ആൽഫയായി മാറി അല്ലെ? ദാറ്റ് മീൻസ് ഇതിന്റെ അർത്ഥം എന്താ? എവരി ആൽഫ എലമെന്റ് ഓഫ് ഇ സ്റ്റാർ ഈസ് എ സീറോ ഓഫ് എക്സ് പവർ പി പവർ എൻ മൈനസ് എക്സ് ഈക്വൽ ടു 0 അല്ലെ? ഇവിടെ എക്സ് പവർ പി പവർ എൻ മൈനസ് എക്സ് ഈക്വൽ ടു 0 ആൽഫ കൊടുത്താൽ ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. എക്സ് ആൽഫ പവർ പി പവർ എൻ ഈക്വൽ ടു ആൽഫ എന്ന് പറഞ്ഞ അർത്ഥം അല്ലെ? ഇനി ആരാ ഇപ്പൊ എല്ലാ ഇവിടുത്തെ എലമെന്റ്സ് ആയി? ഈ സ്റ്റാറിലെ എല്ലാ ആൾക്കാരും ആയി. ആരാ ഇനി ഈ സ്റ്റാറിൽ ഇല്ലാതെ ഈ ബാക്കിയുള്ള ആൽഫ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാണ്? സീറോ ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് ക്ലിയർ അല്ലേ? അല്ലെ? അപ്പൊ അടുത്ത സീറോസ് ആയി നമുക്ക് എന്ത് കിട്ടി? എക്സ് പവർ പി പവർ എൻ മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷന് നിങ്ങൾക്ക് എന്ത് കിട്ടി? പി പവർ എൻ സീറോസ് കിട്ടിയിട്ടുണ്ട് അല്ലെ? പക്ഷെ നിങ്ങൾക്ക് എന്താ അറിയാം? ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് അല്ലെ? ഈ ഫീൽഡ് ആയതുകൊണ്ട് എക്സാക്ട്ലി എത്ര ഫീൽഡ് സീറോസ് ഉണ്ടാവാൻ പറ്റുള്ളൂ? ഒരു എക്സ് പവർ പി പവർ എൻ മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷന് എക്സാക്ട്ലി എൻ സീറോസേ അറ്റ്മോസ്റ്റ് എൻ സീറോസേ ഉണ്ടാവാൻ പറ്റുള്ളൂ അല്ലെ? ഇവിടെ നമുക്ക് ആൾറെഡി എൻ സീറോസിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്ത് സംഭവിക്കും? ഈ എന്ന് പറയുന്നത് ആരായി മാറി? പ്രിസൈസ്ലി സീറോസ് ഓഫ് എക്സ് പവർ പി പവർ എൻ മൈനസ് എക്സ് ഈക്വൽ ടു 0 ആയി മാറി. Every element of E is a 0 of x power p power minus x ആണ്. Since x power p power minus x is have at most p power n zeros, we see that E contains precisely the zeros of x power p power minus x in set p closure. ഇവിടെ നിന്ന് ഒരു പിക്ചർ കൂടി കിട്ടുകയാണ് നമുക്ക്. ഒരു ഫൈനൈറ്റ് ഫീൽഡ് വിത്ത് പി പവർ എൻ എലമെന്റ്സ് ഉള്ള ആള് എക്സാക്ട്ലി ആരായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്? എക്സ് പവർ പി പവർ എൻ മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷനിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീറോസ് ആണ് എക്സാക്ട്ലി എവിടെ ഉണ്ടാവുക? നമ്മുടെ ഈ ഫൈനൈറ്റ് ഫീൽഡിനകത്ത് ഉണ്ടാവുക. ഓക്കെ, അടുത്ത എന്താ പറയുന്നത്? പുതിയൊരു ഡെഫിനിഷൻ പറയാണ്. വാട്ട് ഈസ് എ പ്രിമിറ്റീവ് എലമെന്റ്? ഓക്കെ, ആൽഫ ഈസ് എ ഫീൽഡ് ആൻഡ് nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആളുടെ n പവർ എടുത്ത് എന്തായി മാറും? ഐഡന്റിറ്റി ആയി മാറും. ദാറ്റ് മീൻസ് ആൽഫ പവർ n ഈക്വൽ ടു 1 ആണ് അതിന്റെ അർത്ഥം. ഇറ്റ് ഈസ് എ പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് ആണെങ്കിൽ ആൽഫ പവർ n ഈക്വൽ ടു 1 ആവണം. പക്ഷേ ആൽഫ പവർ m എന്താവാൻ പാടില്ല? 1 ആയി വരാൻ പാടില്ല. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി അല്ലെ? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്താന്ന് ഓർമ്മയുണ്ടോ? യൂണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കാം 1 ഒമേഗ ഒമേഗ സ്ക്വയർ. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി പറഞ്ഞ പ്രത്യേകത എന്താ? അതിന്റെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുടെ ക്യൂബ് എടുത്ത് എന്തായി മാറണം? 1 ആവണം. നമുക്ക് ആൾറെഡി അറിയാം ഒമേഗ ക്യൂബ് റൂട്ട് ഓഫ് ഒമേഗ ക്യൂബിന്റെ അർത്ഥമാണ് 1 ആണ്. ഒമേഗ സ്ക്വയറും ക്യൂബ് എടുത്താൽ 1 ആയി മാറും അല്ലെ? ഇതിൽ 1 എന്തല്ല? പ്രിമിറ്റീവ് റൂട്ട് അല്ല. കാരണം 1 ഒറ്റയ്ക്ക് നിന്നാൽ തന്നെ എന്തായി മാറും? 1ന്റെ ഓൾ പവർ 1 എടുത്താൽ തന്നെ എന്തായി മാറും? 1 ആയി മാറും. സോ 1 ഈസ് നോട്ട് എ പ്രിമിറ്റീവ്. നോട്ട് പ്രിമിറ്റീവ്.
പക്ഷെ ഒമേഗ ഒറ്റയ്ക്ക് പവർ എടുത്ത് എന്തായി മാറില്ല, ഒമേഗയുടെ പവർ 1 എടുത്ത് എന്തായി മാറില്ല, അത് നോട്ട് ഈക്വൽ ടു 1 ആണ്. ഒമേഗയുടെ സ്ക്വയർ എടുത്തുണ്ടാവില്ല, നോട്ട് ഈക്വൽ ടു 1 ആണ്. ഒമേഗയുടെ ക്യൂബ് എടുത്ത് എന്തായാലും മാറുള്ളൂ, 1 ആയി മാറുള്ളൂ. ദാറ്റ് മീൻസ് ഒമേഗ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രിമിറ്റീവ് റൂട്ട് ആണ്. ഒമേഗ പ്രിമിറ്റീവ് റൂട്ട് ആണ്. ഇനി ഒമേഗ സ്ക്വയർ ഒറ്റയ്ക്ക് എന്തായി മാറില്ല, ഐഡന്റിറ്റി ആവില്ല. ഒമേഗ സ്ക്വയറിന്റെ സ്ക്വയർ എന്താ, ഒമേഗ റേസ് ടു 4 ആണ്. ഒമേഗ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ആരാ, ഒമേഗയാണ്. അത് നോട്ട് ഈക്വൽ ടു 1 തന്നെയാണ്. സോ ഒമേഗ റേസ് ടു 6 എടുത്താൽ എന്തായി മാറുള്ളൂ, 1 ആവുള്ളൂ. ദാറ്റ് മീൻസ് ഒമേഗ റേസ് 6 എന്ന് പറഞ്ഞാൽ ആരാ, ഒമേഗ റേസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ സ്ക്വയറിന്റെ ഹോൾ ക്യൂബ് ആണ്. ദാറ്റ് ഈസ് ക്യൂബ് എടുത്താലേ 1 ആവുള്ളൂ. ദാറ്റ് മീൻസ് എന്തായി മാറും, ഒമേഗ സ്ക്വയർ എന്തായി മാറും, പ്രിമിറ്റീവ് തേർഡ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. ഓക്കെ, പ്രിമിറ്റീവ് തേർഡ് റൂട്ട് ആണ് ഇവിടെ. ഇതും പ്രിമിറ്റീവ് തേർഡ് റൂട്ട് ആണ്, ഇതും പ്രിമിറ്റീവ് തേർഡ് റൂട്ട് ആണ്. സോ പ്രിമിറ്റീവ് nth റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ആൽഫ പവർ n ഈക്വൽ ടു എന്താവണം, 1 ആയി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ ആൽഫ പവർ m 0 ലെസ് ദാൻ m ലെസ് ദാൻ 1 അത് n-നേക്കാളും ചെറുതായിട്ടുള്ള ഒരു പവർ എന്താവാൻ പാടില്ല, 1 ആയി വരാൻ പാടില്ല. ഓക്കെ, അടുത്തൊരു തിയർ ആണ്, ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് f സ്റ്റാർ ഓഫ് നോൺ സീറോ എലിമെന്റ്സ് ഓഫ് എ ഫൈനൈറ്റ് ഫീൽഡ് f is cyclic. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി 23.6 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച ഒരു കാര്യമാണ്. സോ അത് വീണ്ടും ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്ന കാര്യമേ ഉള്ളൂ. ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ പഠിച്ചതായതുകൊണ്ട് ഇത്തവണക്ക് പരീക്ഷയ്ക്ക് വരില്ല എന്നുള്ളതല്ല, ഇത്തവണ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഉള്ളത് തന്നെയാണ്. ഈ സാധനം ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ്, അതായത് ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഫീൽഡിന്റെ 0 ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാർ എന്ത് ഫോം ചെയ്യും, ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഫോം ചെയ്യും, ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഇത് ആരുടെ കേസാണ് പറയുന്നത്, ഫൈനൈറ്റ് ഫീൽഡിന്റെ കേസിലാണ് പറയുന്നത്. ആരുടെ കേസിൽ ട്രൂ അല്ല, നമ്മുടെ ഇൻഫൈനൈറ്റ് ഫീൽഡ് ആയപ്പോൾ 6 ആണ് എടുക്കണമെങ്കിൽ 6ന്റെ 0 ഒഴിവാക്കിയിട്ടുള്ള R സ്റ്റാർ, അതായത് ആരാ, R മൈനസ് സിംഗിൾട്ടൺ 0 ആണ്. അതൊരു ഫീൽഡ് ആണ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, പക്ഷെ എന്തല്ല, ദറ്റ് ഈസ് നോട്ട് എ സൈക്ലിക് ഗ്രൂപ്പ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, എഫ് ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ, ഇവിടെ നിന്ന് പറഞ്ഞ കാര്യം എന്താ, എഫ് ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ എഫിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് സ്റ്റാർ ഓൾറെഡി ഫീൽഡ് ഒരു അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ഗ്രൂപ്പാണെന്ന് അറിയാം. ഇവിടെ എന്താ പറയുന്നത്, എക്സാക്ട്ലി എന്തായിരിക്കും പറയുന്നത്, ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പ്രൂഫ് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് ഓടിച്ച് പറയണേ ഉള്ളൂ. എന്താ, ഒരു ജി ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് എഫ് സ്റ്റാർ ഓഫ് എ ഫീൽഡ് എഫ് ആണെങ്കിൽ, അത് ഇവിടെ എഫ് സ്റ്റാർ ഓഫ് എഫ് സ്റ്റാർ തന്നെയാണെന്ന്, സബ് ഗ്രൂപ്പ് ആ സബ് ഗ്രൂപ്പ് എഫ് സ്റ്റാർ തന്നെയാണെന്നുള്ള പ്രത്യേകത എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഐസോമോർഫിക് എന്തായിരിക്കും, അത് സൈക്ലിക് ഗ്രൂപ്പ് ആണ്. ജി സൈക്ലിക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഓക്കെ സൈക്ലിക് അല്ല, അബീലിയൻ ആണ് ഇവിടെ ഉള്ളത്. അബീലിയൻ ആയതുകൊണ്ട് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും, അബീലിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം അല്ലെ. സം സെറ്റ് d1 ക്രോസ് സെറ്റ് d ക്രോസ് എക്സെട്ര സെറ്റ് dr എന്നുകൊണ്ട് എക്സ്പ്രസ് ചെയ്തു. di എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് എന്താ, റിലേറ്റീവ് പ്രൈം ആണ് അവർ തമ്മിൽ. ഇനി സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈച്ച് സെറ്റ് di യിലെ എലമെന്റ്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് di ആയിരിക്കും. സോ m be the least common multiple of di എടുത്തിട്ട് നമുക്ക് അറിയാം m ഓട്ടോമാറ്റിക്കലി ലെസ് ദാൻ ഈക്വൽ ടു d1 d2 എക്സെട്ര dr ആയിരിക്കും. പക്ഷെ ഈച്ച് a പവർ di എന്ന് പറയുന്നത് 1 ആയി വരുന്നുണ്ടാകും. ആൻഡ് a പവർ m ഓട്ടോമാറ്റിക്കലി 1 ആയി. സോ ആൽഫ പവർ m ഈക്വൽ ടു 1 വരുന്നുണ്ട്. സോ അത് ഒരു കേസിൽ അവിടെ നിർത്തും. തിരിച്ച് എന്താ പറയാൻ പോകുന്നത്, തിരിച്ച് എക്സ് പവർ m മൈനസ് 1 ഈക്വൽ ടു 0ന്റെ സൊല്യൂഷൻസ് ആയതുകൊണ്ട് അറ്റ്മോസ്റ്റ് എത്ര സൊല്യൂഷൻസ് ഉണ്ടാവുള്ളൂ, m സൊല്യൂഷൻസേ ഉണ്ടാവാൻ പറ്റുള്ളൂ അല്ലെ. അതുകൊണ്ട് m ഗ്രേറ്റർ ഈക്വൽ ടു d1 d2 എക്സെട്ര dr കിട്ടും നമുക്ക്. സോ രണ്ടും കൂട്ടി വായിച്ചാൽ m ഈക്വൽ ടു d1 d2 എക്സെട്ര dr കിട്ടും. ദാറ്റ് മീൻസ് തന്നിരിക്കുന്ന ഫീൽഡ് എന്തായി മാറും, സൈക്ലിക് ആണെന്നുള്ളത് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, സോ ഓൾറെഡി പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഓടിച്ച് പറയുന്നത്. ഇനി 33.6 corollary എന്താ പറയുന്നത്, എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഇ ഓഫ് എ ഫൈനൈറ്റ് ഫീൽഡ് എഫ് ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ്. ഇവിടെ പറഞ്ഞ് ശ്രദ്ധിക്കുക, എന്താണ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എ ഫൈനൈറ്റ് ഫീൽഡ് എന്താണെന്നാ പറയുന്നത്, സിമ്പിൾ എക്സ്റ്റൻഷൻ ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം, ആൾറെഡി നമ്മൾ കണ്ടു എന്താണ് നമ്മുടെ ഇ സ്റ്റാർ എന്താന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓൾറെഡി